കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ സ്വർഗത്തിൽ നിന്നും എൻമകജയിൽ നിന്നും പുറത്തുവരുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുമുള്ള ഗവൺമെന്റ് യു പി സ്കൂൾ ബാരയാണ് ഇന്ന് ഹരിത വിദ്യാലയത്തിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും സ്വർഗത്തെക്കുറിച്ചും എൻമകജയെക്കുറിച്ചും എന്തെങ്കിലും പറയാനുണ്ടാവും ഈ കൊച്ചു കൂട്ടുകാർക്ക്. ബാര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. മണ്ണിന്റെ മണവും കാർഷിക വൃത്തിയുടെ പൊരുളുമറിഞ്ഞ ബാര ഗ്രാമവാസികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്ന വിദ്യാലയമാണ് ബാര ഗവൺമെന്റ് യു പി സ്കൂൾ. ചരിത്രത്തിന്റെ താളുകൾ അനശ്വരമാക്കിയ ഈ വിദ്യാലയത്തിന്റെ നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ അതിജീവിച്ച ഈ വിദ്യാലയത്തിന്റെ 50 വർഷത്തെ താളുകളിൽ പ്രതിഫലിക്കുന്നത് അധ്വാനശീലം കൈമുതലാക്കിയ ഏകമനസ്സോടെ മുന്നേറുന്ന ഇവിടുത്തെ നാട്ടുകാരാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ 3 ഐറ്റമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒന്ന് സ്കൂളിൻ്റെ ശുചിത്വവും പോഷകാഹാരവും, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, മറ്റ് സാമൂഹിക കൂട്ടായ്മ. ഈ 3 പരിപാടികളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ ബാര സ്കൂളിലെ കൊച്ചു കുട്ടികൾ ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഡ്രാമ അവതരിപ്പിച്ച ഏത് ക്ലാസ്സിലെ കുട്ടികളായിരുന്നു? 1ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഓ, അത് ശരി. 1ാം ക്ലാസ്സിലെ മലയാളം മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ഇംഗ്ലീഷും കൂടെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നേ ഉള്ളൂ അല്ലേ? വളരെ നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ അവിടെ നിങ്ങൾ സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോപ്പ് ഉണ്ടാക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരാണ് സോപ്പ് ഉണ്ടാക്കാൻ കൂട്ടിയ വീട്ടിലുള്ള കുട്ടി? അഞ്ജനയാണോ? സോപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, എന്താ 350 മില്ലി എണ്ണ എടുത്ത് അതിനകത്ത് ഒഴിക്കണം അല്ലേ? വെള്ളമാണ്. ഈ 350 മില്ലി എങ്ങനെയാ വെള്ളം അളന്നൊഴിക്കുക? അത് അളക്കേണ്ട ഒരു ഗ്ലാസ് നമ്മുടെ സ്കൂളിലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിനകത്ത് എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? അത് 50, 100, 150, 250 ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി ഒഴിക്കും അല്ലേ? ശരി, വെരി ഗുഡ്. എന്നിട്ട് ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അത് കുറച്ച് സോപ്പുകൾ നമ്മൾ കൈ കഴുകുന്നിടത്തൊക്കെ വെക്കും. ബാക്കി നമ്മൾ വിൽക്കും. എന്ത് വിലക്കാ വിൽക്കണേ? അത് 8 രൂപയ്ക്ക് 9 രൂപയ്ക്ക്. ആണോ? ആർക്കാ കൊടുക്കുക? സ്കൂൾ കുട്ടികൾക്ക് വിൽക്കും. കുട്ടികൾ തന്നെ വാങ്ങിക്കൊണ്ടുപോകും. രക്ഷിതാക്കള് രൂപ തരും അല്ലേ സോപ്പ് വാങ്ങിക്കാൻ? അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമാണോ ഈ സോപ്പ്? അതെ. ആണോ? മോളാ സോപ്പാണോ ഉപയോഗിക്കുന്നേ? നല്ല സോപ്പാണോ? അതെ. എന്തിന്റെ മണമാ ഉള്ളത്? പിയേഴ്സ് സോപ്പിന്റെ മണമാണ് അല്ലേ? കൊള്ളാം, നല്ലത്. നിങ്ങളെല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികളും നിങ്ങൾ ഉണ്ടാക്കുന്ന സോപ്പാണോ ഉപയോഗിക്കുന്നത്? വാങ്ങിക്കുന്നവരെല്ലാവരും അതാ ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. പിന്നെ വേറൊരു കുട്ടിയോട് ചോദിക്കാം. നമ്മുടെ ശ്രുതി, അവിടെ കൃഷിയൊക്കെ ചെയ്യാനുണ്ട് അല്ലേ സ്കൂളിൽ എന്തിനാ കൃഷി ചെയ്യുന്നേ? സ്കൂളിൽ പഠിക്കാനല്ലേ പോണേ? പഠിക്കുന്ന സമയങ്ങൾ ചെയ്യാറില്ല, ബാക്കി സമയങ്ങൾ ചെയ്യാറുണ്ട്. എന്തിനാ ഈ കൃഷി ചെയ്യുന്ന സ്കൂളില്? കൃഷി നമ്മുടെ ഒരു നമുക്ക് കറി വെക്കാനൊക്കെ പച്ചക്കറികളൊക്കെ വേണ്ടേ. അപ്പൊ ഈ സ്കൂളിൽ കൃഷി ചെയ്യുന്നതിന് വേറെ ഒരു ഉദ്ദേശമുണ്ട്. പാഠങ്ങളിൽ കൃഷിയെ കുറിച്ച് ചോദിക്കുമ്പോ വീട്ടിലൊന്നും കൃഷി ചെയ്യുന്നില്ല അധികം. അപ്പൊ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ എഴുതുന്നു പറയും. അപ്പോൾ ക്ലാസ്സിലെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൃഷി നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ കൃഷിയെപ്പറ്റി? തീർച്ചയായും. എന്താ മനസ്സിലായി? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ മനസ്സിലായത്? പാഠത്തിൽ കാണാത്തത് എന്ത് മനസ്സിലായി? കൃഷി ചെയ്യുമ്പോൾ കൃഷിയെപ്പറ്റി എന്ത് മനസ്സിലായി? കൃഷി ഞങ്ങളുടെ പ്രകൃതിയിലെ മണ്ണിന് നല്ല ഫലപുഷ്ടി ഉണ്ടാക്കുന്നെന്നും. എന്താണ് ഫലപുഷ്ടി ഉണ്ടാക്കുന്നെന്നും. അതെങ്ങനെ മനസ്സിലായി? ആദ്യം കൃഷി ചെയ്തു, അപ്പൊ കുറച്ച് വിളകളെ. എന്ത് കൃഷിയാണ് മോള് ചെയ്തത്? മോള് നേരിട്ട് ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. വാഴ കൃഷി. അതിന് എന്താ ചെയ്തത്? ആദ്യം തടം എടുത്തു, പിന്നെ വാഴ കന്ന് നട്ടു, വെണ്ണീർ
അങ്ങനെ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ പാഠത്തിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായോ? അത് നേരിട്ടറിയുമ്പോ പാഠത്തിലേക്കാളും നല്ലതല്ലേ? മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യിക്കുന്നത് കേട്ടോ. നിങ്ങളെ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ബാര എന്നല്ലേ? ബാര എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്, കേട്ടിട്ടുണ്ടോ? കീർത്തന കേട്ടിട്ടുണ്ടോ? എന്താണ് ആ പുസ്തകം? അതിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അംബികാസുധൻ മാങ്ങാടാന്ന് എന്താ എഴുതിയത്? അംബികാസുധൻ മാങ്ങാട് ആണ് അത് എഴുതിയത്. ബാര എന്നുള്ള പുസ്തകം പിന്നെ ബാലകൃഷ്ണൻ മാങ്ങാടിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പലരും ഒടുവിൽ എഴുതിയ ബാര എന്നുള്ള പുസ്തകം. പിന്നെ അംബികാസുധൻ മാങ്ങാട് എഴുതിയിട്ടുള്ളൊരു നോവലുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളുടെ അവിടുത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായത് ഏതാണ്? ഗുഡ്, എന്മകജെ അല്ലേ? ഗുഡ് ഗുഡ്. ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എൻഡോസൾഫാൻ. അപ്പോൾ അതിൻ്റെ തിരോധാനം നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻഡോസൾഫാനെ കുറിച്ചൊരു ഇൻവോൾവ്മെൻ്റ് ചെയ്യുന്ന ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ മറ്റു പല കാര്യങ്ങളിലും ഈ കീടനാശിനിയുടെ പ്രയോഗത്തെക്കുറിച്ചും പിന്നെ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികളെ സ്ഥലത്ത് നിന്ന് അധികം ദൂരെ ഇല്ലാത്ത സ്ഥലത്തല്ലേ ഈ അത് ബദിയെടുക്കാൻ സ്ഥലത്ത്? അതെ, തീർച്ചയായും നിങ്ങൾ കുട്ടികളെ അക്കാര്യത്തിൽ ഉത്ബോധിപ്പിക്കുന്ന തീർച്ചയായിട്ടും ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. അത് നമ്മുടെ ഭാവിക്ക് വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ ഭാവിക്ക് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ തന്നെ ഭാവിക്ക്. മാളവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? നമ്മുടെ സ്കൂളിൽ വെക്കുന്ന ചോറും സാമ്പാറും. ഓ, അത് ശരത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാ. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ പഠിച്ചോണ്ട് വന്നത് പറയരുത്. എപ്പോഴാണ് ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയാൽ ശരത്ത് എന്ത് വാങ്ങിച്ച് കഴിക്കും എന്ന് പറയുന്നോട്? ഞാൻ പുട്ടും കടലയും വാങ്ങിക്കും. പുട്ടും, വെരി ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ടും കടലയും. 3 നേരം വേണമെങ്കിൽ ഞാൻ പുട്ടും കടലയും കഴിക്കും. അതൊരു പോഷകാഹാരമാണോ? അത് പോഷക ഗുണമുള്ള ഒരു കോമ്പിനേഷൻ ആണോ? അത് ആണ്. എന്തുകൊണ്ടാണ്? പയർവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അത് കടല പയർവർഗ്ഗത്തിൽ പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ സ്കൂളിൽ കിട്ടുന്ന തിങ്കൾ തൊട്ട് വെള്ളി വരെ കിട്ടുന്ന ആഹാരം പോഷകാഹാരമുള്ളതാണോ? എന്താണ് ശരത്തിൻ്റെ അഭിപ്രായം? പോഷകാഹാരമുള്ളതാണ്. എന്തുകൊണ്ടൊന്ന് പറഞ്ഞ് അതിലെ പോഷക ഗുണങ്ങളൊന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് തിങ്കളും വെള്ളിയും ചോറും സാമ്പാറും ലഭിക്കാറുണ്ട്. ആ, ചൊവ്വാഴ്ച പാല് ലഭിക്കാറുണ്ട്. പിന്നെ ഉച്ചക്ക് കഞ്ഞിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് വാഴ കൃഷി ചെയ്യുന്നതിൽ നിന്ന് പഴം, വാഴക്കായ് ലഭിച്ചാൽ അത് പയർ കറിയിൽ മുറിച്ചിടാറുണ്ട്. പിന്നെ ബുധനാഴ്ച മുട്ട ലഭിക്കാറുണ്ട്. വ്യാഴാഴ്ച പാല് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരു സമീകൃത ആഹാരം കിട്ടുന്നത്. സമീകൃത ആഹാരം എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? പോഷക ഗുണമുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്താണ് പോഷക ഗുണമുള്ള? ഇപ്പം പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ. ഇപ്പോൾ ഓരോ ദിവസവും സ്കൂളിൽ കിട്ടുമ്പോൾ ഇതിനകത്തെ പോഷക ഗുണങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യണം. നിങ്ങളുടെ ശുചിത്വം നോക്കാനായിട്ട് സ്കൂളൊക്കെ വൃത്തിയാണോ, പിള്ളേരെല്ലാം വൃത്തിയായിട്ട് വരുന്നുണ്ടോന്ന് നോക്കാൻ ഏതെങ്കിലും ക്ലബ്ബ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ ക്ലബിൻ്റെ പേര്? മുന്നിലൊന്ന് കൊടുത്തേ. ശുചിത്വ ക്ലബ്ബ്. ആണോ? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവര് ഒരു സ്ക്വാഡ് ആക്കും. എന്നിട്ട് ക്ലാസ് തോറും സഞ്ചരിച്ച് ഏറ്റവും മികവുള്ള സഞ്ചരിക്കും അവര്. ഓ, എൻ്റെ ദൈവമേ, അവർക്ക് വാഹനം വല്ലതും ഉണ്ടോ? സഞ്ചരിക്കാൻ പുഷ്പക വിമാനത്തിലാണോ അവർ സഞ്ചരിക്കുന്നത്? എന്നിട്ട് സഞ്ചരിച്ചിട്ട് അവരെന്ത് ചെയ്യും? ക്ലാസ്സുകൾ തോറും പോവും. എന്നിട്ട് നല്ല ക്ലാസ്സിന് സമ്മാനം നൽകും. അതെങ്ങനെ നല്ല ക്ലാസ്സിനെ തിരഞ്ഞെടുക്കുന്നത്? നല്ല വൃത്തിയോടുള്ള ക്ലാസ്. ആണോ? എൻ്റെ ക്ലാസ്സിൽ ചപ്പുചവർ കാണല്ലേ? കുട്ടികൾക്കും വൃത്തി ഉണ്ടാവണോ? കുട്ടികളുടെ വൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പൗഡർ ഇടണോ മുഖത്ത്? അങ്ങനെയാണോ? അല്ല, പിന്നെ നഖം മുറി. പിന്നെ തല നല്ല വൃത്തിയിൽ ചെയ്യിക്കും. ഇങ്ങനെ രണ്ടായിട്ട് പിന്നിടണോ? എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടോ? ഉണ്ട്. എത്ര ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക്? കുറേ ഉണ്ട്. കുറേ ഉണ്ടോ? എണ്ണാൻ പോലും പറ്റാത്ത പോലെ ഉണ്ടോ? അങ്ങനെയല്ല, ഒരു നിങ്ങൾക്ക് ക്ലാസ് മുറി കുറവാണല്ലോ, പക്ഷെ നിങ്ങൾക്ക് ടോയ്ലറ്റ് കുറേ ഉണ്ടോ? അങ്ങനല്ല, നമുക്ക് ആവശ്യമില്ല. എത്രയുണ്ട്? സ്കൂളിൽ ആൺകുട്ടികൾക്കായി വേറെ ടോയ്ലറ്റ് ഉണ്ട്. കുറേ ടോയ്ലറ്റ്. ഒന്ന് എണ്ണുവോ? മനസ്സിലൊന്ന് കണ്ണടച്ചിട്ടൊന്ന് ടോയ്ലറ്റുകളെ ഒന്ന് ധ്യാനിച്ച് നോക്കിയേ. എത്ര എണ്ണം വരുമെന്ന് നോക്കിയേ. ആൺകുട്ടികൾക്കായി ഒരു 6 ടോയ്ലറ്റ് ഉണ്ട്. 6 എണ്ണം ഉണ്ടോ? പെൺകുട്ടികൾക്കോ 12? എത്രയാണ്? പെൺകുട്ടികൾക്കും ഒരു 6 എണ്ണം ഉണ്ടോ? അതൊക്കെ ആരാ വൃത്തിയാക്കുന്നത്? നമ്മൾ തന്നെ വൃത്തി. നമ്മൾ എന്ന് പറഞ്ഞാൽ
അധ്യാപികരും നമ്മളെ സഹായിക്കാറുണ്ട്. ആണോ? ശരത്, ഈ MPTA എന്ന് പറഞ്ഞ എന്താ മോനെ? മദർ PT അല്ലേ? ആ അതന്നെ, ഞാൻ വിചാരിച്ച അറിയില്ല എന്ന്. അത് മദർ PTAയിൽ ശരത്തിന്റെ അമ്മയുണ്ടോ? എൻ്റെ അമ്മ ഇല്ല. പങ്കെടുക്കാറില്ല? പങ്കെടുക്കാറുണ്ട്. അമ്മയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ എല്ലാ മദർ PTAക്കും വരാൻ പറ്റില്ല. എന്നാലും ഇടയ്ക്കൊക്കെ പോവില്ലേ? ആ പിന്നെ ക്ലാസ് PTA എപ്പോഴായിരുന്നു അവസാനം ശരത്തിന്റെ? ക്ലാസ് PTA തിങ്കളാഴ്ച ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച? ഏത് തിങ്കളാഴ്ച? ഈ മിനിഞ്ഞാന്നത്തെ തിങ്കളാഴ്ച. മിനിഞ്ഞാന്നത്തെ തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച PTA കൂടിയിട്ട് എന്തായിരുന്നു എന്ന് വല്ലതും പറഞ്ഞോ? PTA ആ PTAക്ക് ആരായിരുന്നു വന്നത്? ശരത്തിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? എൻ്റെ വീട്ടിൽ നിന്ന് വന്നില്ല. ആരുടെ വീട്ടിൽ നിന്ന് വന്നു PTAയിൽ പങ്കെടുത്ത? ഇടയ്ക്കിരിക്കുന്ന മോള് പറയൂ. അഞ്ജന. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അന്ന് എന്തായിരുന്നു തീരുമാനം? അത് പരീക്ഷയോടനുബന്ധിച്ചാണ് രക്ഷിതാക്കളോട് പറയുന്നത്. എന്താണ് സാധാരണ പറയുന്നത്? അത് അവരുടെ മാർക്ക് നിലയൊക്കെ എങ്ങനെയാണെന്ന്. ശരി. എന്തൊക്കെ കളികളാണ് കളിക്കാറുള്ളത്? എനിക്ക് കുട്ടികളോടാണ് ചോദിക്കാനുള്ളത്. ചെസ് കളിക്കാറുണ്ട്, പിന്നെ ഷട്ടിൽ കളിക്കും, പിന്നെ നാടൻ കളികളും കളിക്കും. പിന്നെ ഈ PT സമയങ്ങളിൽ കായികപരമായിട്ട് വ്യായാമങ്ങൾ തരുന്നുണ്ട്. അത് പഠിപ്പിക്കും, ടീച്ചർ ചെയ്യിക്കും? ടീച്ചറല്ല, ഇതിനൊരു സ്പോർട്സ് മന്ത്രി പറഞ്ഞിട്ട് ഓരോ ക്ലാസ്സിലും ഉണ്ട്. അവരാണ് ഈ വ്യായാമമൊക്കെ ചെയ്ത് തരുക. അതുപോലെ ഞങ്ങൾ ചെയ്യും. നമ്മൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഒരു സ്കീം ഈ വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂംസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു ക്ലാസ് റൂമെങ്കിലും സ്മാർട്ട് ക്ലാസ് റൂമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലുണ്ടോ അത്? നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൻ്റെ പരിമിതി എന്താണ്? എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാത്തത്? കമ്പ്യൂട്ടർ ലാബ് അത്യാവശ്യത്തിനുണ്ട്, അത്യാവശ്യം കമ്പ്യൂട്ടറുകളും ഉണ്ട്. അതിന് ഡിജിറ്റൽ പോലെയുള്ള സംവിധാനങ്ങൾ, പ്രൊജക്ടർ പോലെയുള്ള അത് കിട്ടാൻ ആവശ്യമായിട്ടുണ്ട്. പല ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂം ഒന്നാം തരമാക്കിക്കൊണ്ട് 2 ക്ലാസ് റൂം വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനും അതുപോലെയുള്ള മാർബിൾ ടൈൽസും ഒക്കെ വെച്ചിട്ട്. എത്ര ബിൽഡിംഗ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ? 6 കെട്ടിടങ്ങളുണ്ട്. ഓരോ സെക്ഷനിലായിട്ട് UP സെക്ഷനിൽ 6-7 ഈ ഓരോ കെട്ടിടത്തിലും പ്രത്യേകം ക്ലാസ് മുറികൾ തിരിക്കുന്ന സെപ്പറേഷൻ വാളുണ്ടോ? ഓരോ ക്ലാസ് റൂമും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാര ഗവൺമെന്റ് UP സ്കൂളിലെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ബാര ഗവൺമെന്റ് UP സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 87.4 out of 100.